ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉപ്പ തന്റെ സമ്പത്തെടുത്തു കളയുന്നു എന്ന പരാതിയുമായി ഒരിക്കൽ ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാതി കേട്ട ഉടനെ ഉപ്പയെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹാജരായ പിതാവിനോട് അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ സമ്പത്തെടുത്തു കളയുന്നുവെന്ന് നിങ്ങളുടെ മകൻ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, എന്റെ മകന്റെ കുടുംബത്തിന് വേണ്ടിയാണോ അതോ എന്റെ കുടുംബത്തിന് വേണ്ടിയാണോ ഞാൻ ആ സമ്പത്ത് ഉപയോഗിച്ചത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ നബിയെ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ ഉപ്പയുടെ മനസ്സിൽ ഒരു കവിത ആലപിച്ചിട്ടുണ്ട്. അവരുടെ ചെവികൾ പോലും അത് കേട്ടിട്ടില്ല നബിയെ, അതൊന്ന് പാടാൻ പറയുമോ? ഉടൻ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉപ്പയോട് തന്റെ മനസ്സിലേക്ക് വന്ന ആ കവിത പാടാൻ ആവശ്യപ്പെട്ടു. മനസ്സിൽ മാത്രം ഉയർന്നു വന്ന ആ കവിതയെ പരസ്യമായി പാടാൻ പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയോടുള്ള വിശ്വാസം എനിക്ക് ഒന്നുകൂടി ഉറച്ചിരിക്കുകയാണ്. ശേഷം ആ കവിത പാടി. അതിന്റെ ആശയം ഇങ്ങനെയായിരുന്നു. ആ കവിതയുടെ സാരാംശം, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും ഹൃദയത്തിന്റെ വാതിൽ തുറന്നിട്ട് കേൾക്കേണ്ട ആശയമായിരുന്നു. മോനെ, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നു. എനിക്ക് രോഗമില്ലെങ്കിലും നിന്റെ രോഗം കാരണം ഞാൻ പ്രയാസപ്പെട്ടു. രാത്രി ഉറക്കൊഴിവാക്കി. പക്ഷേ നീ സ്വന്തം കാര്യം നിൽക്കുന്ന ഒരു പ്രായമെത്തിയപ്പോൾ എന്നോടുള്ള പ്രതികാരം നീ വീട്ടാൻ തുടങ്ങി. പ്രവാചകനോട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നെപ്പറ്റി നീ പരാതി പറഞ്ഞു. വാപ്പ എന്നുള്ള സ്ഥാനം എനിക്ക് നീ വകവെച്ചില്ലെങ്കിലും അയൽവാസി എന്ന സ്ഥാനമെങ്കിലും തന്നാൽ മതിയായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകനോട് പറഞ്ഞു, ഇദ്ഹബ് അൻത വമാലുക ലി അബീക, നിനക്ക് മടങ്ങിപ്പോകാം. നീയും നിന്റെ സമ്പത്തും നിന്റെ പ്രിയപ്പെട്ട വാപ്പയ്ക്കുള്ളതാണ്. ഉപ്പമാർ ജീവിച്ചിരിക്കുന്ന മക്കൾ ഒരു നിമിഷമെന്ന് ആലോചിക്കണം. അവർ നമ്മെ വളരെ ചെറുപ്പത്തിൽ നമുക്ക് അവരുടെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെ ഒരു പ്രയാസങ്ങളും അറിയിക്കാതെ നമ്മെ വളർത്തി വലുതാക്കി അവരുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴും നമുക്ക് ആരോഗ്യം ഉണ്ടാകാൻ ഉതകുന്ന ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ചെയ്തുവെന്ന് നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കാരണം ഒരു നിമിഷം പോലും വിഷമിക്കാനോ വേദനിക്കാനോ പാടില്ല. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ.